ഹായ് ഗായ്സ്, അപ്പോൾ സോറി ഫോർ ദ ലേറ്റ് വീഡിയോ. അത് കുറച്ച് ഇതൊക്കെയായിപ്പോയി, അതുകൊണ്ടാണ് തിരക്കായിപ്പോയി. പിന്നെ ഫീവർ അങ്ങനെയൊക്കെ. ഇനി ആഴ്ചയിൽ ഓരോ ഇതായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതേപോലെ. പക്ഷേ നോക്കാം. എന്നാലും നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വളരെ താങ്ക് യു. എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അയ്യോ, ഈ സാധനം എന്ത് ഫോൺ എടുക്കാത്ത? ഒന്ന് ഫോൺ എടു എൻ്റെ പൊന്ന് ജിമിന. ഇവ എവിടെ പോയി കിടക്കണമെന്തോ. அத்தனை மொழியிலும் வார்த்தை ஒன்று கொய்தேன், மொத்தமாய் கோர்த்துதான் காதல் சென்றொன்று செய்தேன். உன்னிடம் நீட்டினேன், காதலை காட்டினேன், ஏதோ தன்னாலே உன்னேனே காதல் கொண்டேன். ഓ, ഈ നേരം വെളുത്തപ്പോൾ തന്നെ ആരാണോ എന്തോ. ഫോൺ എടുത്തല്ല സാർ എവിടെ ഇപ്പം? ഒന്ന് വരണോ നീ? നിനക്കറിയാമോ എത്ര മണിയായെന്നിപ്പം? എന്തുവാടാ നീ? എത്ര മണിയായി? എടാ 8:30 ആയി. 9 മണിക്ക് ക്ലാസ്സാണ്. 8:30? എൻ്റെ പൊന്നോ. 8:30 തന്നെ, പിന്നല്ലാതെ. അത് കുഴപ്പമില്ല, ഞാൻ അരമണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് റെഡിയായി വരാം. എടാ, സാറ് വന്നാ അങ്ങനെ കണ്ടായിരുന്നാ നീ? അവൻ ലേറ്റായ എന്ത്? അവൻ്റെ സാറ് വന്നാന്നറിഞ്ഞാൽ മതി അവന്. ഇല്ല അങ്ങേര് വന്നില്ല തന്നെ. എങ്കിൽ ഞാൻ പെട്ടെന്ന് വരാം. നീ പെട്ടെന്ന് വരാൻ നോക്കും, ഇല്ലെങ്കിൽ അങ്ങേരെ വായിരിക്കണ കേൾക്കും. ഫസ്റ്റ് അവർ തന്നെ അങ്ങേരല്ലേ? അതെ, ഫസ്റ്റ് അവർ തന്നെ അങ്ങേരാ. നീ പെട്ടെന്ന് വാ. അപ്പോൾ ശരി, ഞങ്ങൾക്ക് ഫോൺ വയ്ക്കുകയല്ലേ. എടാ, ഞാൻ വന്നു. അങ്ങേര് വന്നായിരുന്നോ? എൻ്റെ പൊന്ന് ചെറുക്കാ, അങ്ങേര് വന്ന്. ഇങ്ങനെ സ്റ്റാഫ് റൂമിൻ്റെ അങ്ങോട്ട് പോകണമുണ്ട്. പെട്ടെന്ന് വാ, ക്ലാസ്സിൽ പോവാം. മക്കൾ രണ്ടുപേരും ഭയങ്കര നേരത്തെയാണല്ലോ. എന്ത് പറ്റി ഇന്നെന്ത്? ഒന്നും പറയണ്ടല്ലേ ഷുഗച്ചാ. എന്താ എന്നെ കുറ്റം വയ്ക്കാനും കുറ്റം പറയായിരിക്കും. എൻ്റെ മക്കളെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറയും? ഉണ്ടാകും, സാറ് വേണം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്നലെ പഠിച്ചതിന് ബാക്കിയായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നലെ പഠിപ്പിച്ചൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. கொஞ்சம் உன் காதலா என் இதயத்தை நீ துடிக்கவை, கொஞ்சம் உன் வார்த்தையா என் காதலை நீ மிதக்கச்சை, என்னோடு நின்று கொள்ளடி விலகி. എടാ, അത് നിൻ്റെ സാറാണ്. ഒരു മയത്തിലിരുന്ന് നോക്കടാ. നിനക്കെന്ത്? ഞാനല്ലേ നോക്കണത്. അങ്ങനെയൊക്കെയാണ് എന്ത് ലുക്കാല്ലേ? ലുക്കൊക്കെ തന്നെ. എന്നാലും അവിടെ എന്താ ജിമിൻ? ക്ലാസ്സിന് ശേഷം എൻ്റെ ഓഫീസിലേക്കൊന്ന് വരണം കേട്ടോ. ഓക്കെ സാർ. പാവം ജിമിൻ, സന്തോഷം കണ്ട. ഇന്ന് അവിടെ ചെന്നിട്ട് എന്തൊരു അവാർഡ് കൊടുക്കാൻ കണക്കാണ്. ഇന്നങ്ങേരെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു വിടുമെന്ന് ദൈവത്തിനറിയാം. ബെല്ല് അടിച്ച് ഇപ്പോൾ. ഇന്ന് കൊണ്ടല്ല മക്കൾക്ക് ഓഫീസിലേക്ക് ചെല്ലാനുള്ള ഓർഡർ. എന്ത് ചെയ്യാനാ സാറിൻ്റെ? സാർ, മേ കമിന്? എന്തിനാ സാർ വിളിപ്പിച്ചത്? എന്തിനാ കറിഞ്ഞൂടെ? നീ എന്തിനാ ഞാൻ ക്ലാസ് എടുക്കേണ്ട എന്താ നോക്കിയത്? ഞാൻ നോക്കുന്നത് സാറ് കണ്ടത് സാറിനെ നോക്കിയിട്ടല്ലേ. എനിക്ക് സ്മാർട്ട്നെസ് ഇഷ്ടമാണ്, ഓവർ സ്മാർട്ട് ആവില്ല. ഓക്കെ സാർ. ഇനി നീ ആരെക്കാണ് നിൽക്കുന്നതാ? പിന്നെ ഇനി മേലെ. ഓക്കെ സാർ. ഞാൻ ഇനി
എന്താണ് വിളിച്ചത്? നീ ഇപ്പം എവിടെ? എനിക്ക് നിന്നെ അത്യാവശ്യം കാണണം. ഞാൻ ഇപ്പം ലൈബ്രറിയിലുണ്ട്. എന്താ? നീ അവിടെ തന്നെ ഇല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. എടി ജിമിൻ, നീ ഒരു കാര്യം ചെയ്യും. ജെ കെ നിങ്ങൾ വേണ്ട. അതെന്താ പെട്ടെന്ന് നിനക്ക് അങ്ങനെ ഒരു വിളിച്ചത്? എടാ, ജെ കെ സാറിൻ്റെ കല്യാണം കഴിഞ്ഞതാ. അതിപ്പോൾ നിനക്കെങ്ങനെ അറിയാം? അത് ഞാൻ സാറിൻ്റെ കയ്യിൽ റിങ് കണ്ട് രണ്ടും കെട്ടി ചോദിച്ചപ്പോൾ അപ്പോഴും സാറ് സമ്മതിച്ചു. ആടാ, സാറാ പറഞ്ഞ സാറിന് മരിച്ചത്. എടാ ജിമ്മി, നിന്നെ നിന്നെ ജെ കെ സാർ വിളിക്കുന്നു. ഞാൻ പോവാം. പിന്നെ ജെഹോ, എനിക്ക് സാറിൻ്റെ മാനേജർ ഞാൻ മുമ്പേ അറിയാം കേട്ടോ. അപ്പോൾ ശരി, ഞാൻ ഇപ്പോൾ കൊണ്ടുവച്ചു തരാം. Sir, do you know you are so handsome? Really? Oh, thank you. Sir, എന്താ ജിമ്മി, നിനക്കൊരു മാനേഴ്സ് ഇല്ല? രണ്ടുപേരും ഇങ്ങനെ ഡോർ നോക്കിയിട്ട് വരുന്നതാ. സോറി മാം, മനഃപൂർവ്വമല്ല. പെട്ടെന്ന് പുറത്ത് കുറച്ച് ടൈം നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് രണ്ടുപേർക്ക് സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് പെട്ടെന്ന് പോകും. ഓക്കെ മാം, ആൻഡ് ഐ എം റിയലി സോറി. ജെ കെ സാർ വിളിച്ച് ഞങ്ങൾ എന്തിനാ നീ എന്നെ വിട്ടിട്ട് പോയത്? നിനക്ക് വേണ്ടി ഞാനിപ്പോൾ എനിക്കിഷ്ടം. എക്സ്ക്യൂസ് മീ മാം, ഒന്ന് പോവാമോ? എനിക്ക് കുറച്ച് വർക്കുണ്ട്. പിന്നീട് കാണാം നമുക്ക്. ഷുവർ ജങ്കൂക്ക്, ഞാൻ പോവാം. ബൈ. നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? നിൻ്റെ ഓർമ്മകൾ എന്നെ ഇപ്പോഴും, നിൻ്റെ ദൂരങ്ങൾ. എടാ, അടുത്ത പീരീഡ് ജെ കെ സാറിൻ്റെ. നീ ഓക്കെ. എന്താ ഒരു ഉത്സാഹമില്ലാത്ത നിനക്ക്? ഒന്നുമില്ലടാ. അപ്പോൾ സ്റ്റുഡൻസ്, നമുക്ക് ക്ലാസ് തുടങ്ങാം. വല്ല സംശയം ഉണ്ടെങ്കിൽ ഇത് ചോദിക്കാൻ മറക്കും. ജിമ്മിൻ, നിനക്കെന്താ? ആരും ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കില്ലേ? ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ പറ്റി? ഒന്നുമില്ലടാ, എനിക്കെന്ത് പറ്റാനാ? ഞാൻ ഇപ്പോഴും എടാ, എൻ്റെ അടുത്ത് കള. എനിക്കറിയാം നിൻ്റെ കൂടെ ഞാൻ 2 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷേ നിൻ്റെ പാസ്റ്റിൽ എന്താ നടന്നത് എനിക്കതറിയണം. നീയും ജഗൂക്ക് സാറുമായിട്ടുള്ള ബന്ധം നിനക്ക് ഇവിടെ വരണേന്ന് മുമ്പേ ജഗൂക്ക് സാറിന് അറിഞ്ഞുകൂടായിരുന്ന? അത് യെസ്, ഐ നോ ഹിം ബിഫോർ. എനിക്കറിയായിരുന്നു ജഗൂക്കിനെ കുറിച്ച്. റിയലി, നീ പറഞ്ഞില്ലേ ജഗൂക്കിൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ്റെ കല്യാണം കഴിഞ്ഞെന്ന്? അത് വേറെ ആരുടെ പറ്റില്ല. ഇറ്റ്സ് മീ. ഐ ആം ഹിസ് വൈഫ്. വാട്ട്? ദെൻ വൈ ആർ യു ട്രൈങ് ടു? നീ എന്തിനാ അവൻ നിന്നെ സ്നേഹിക്കുന്ന കിട്ടിയത്? ഞാൻ അവനെ സ്നേഹിച്ചപ്പോൾ അവൻ എന്നെ സ്നേഹിക്കണ്ടേ? വാട്ട്? അപ്പോൾ ഫസ്റ്റ് മാരേജ് ആണോ? എനിക്ക് ലവ് മാരേജ് ആണോ? അവന് ഫസ്റ്റ് മാരേജ് ആണോ? എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താണിത്? ഞാൻ എല്ലാം നിനക്ക് പറഞ്ഞുതരാം. എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളായിരുന്നു അവൻ, എൻ്റെ ഓൾഡർ ബ്രദർ. പക്ഷേ അവൻ എന്നെക്കാളും വയസ്സിന് മൂത്തതാണെങ്കിൽ നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ്. റിയലി ലൈക്ക് ഐഡൻറ്റിക്കൽ ട്വിൻസ്. അങ്ങനെയാണ്, അവൻ വഴിയാണ് ഞാൻ ജങ്കൂക്കിനെ കണ്ടുമുട്ടുന്നത്. പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും അവന് നല്ലോണം അറിയാമായിരുന്നു. എടാ ജിമ്മി, ഞാൻ ഒന്ന് വെളിയിൽ പോയണേ. ഓക്കെ, പക്ഷെ പെട്ടെന്ന് വരണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ്, ബൈ, ലവ് യു.
കാര്യം പറ, എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ മനസ്സിലായില്ലേ, എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം നിൻ്റെ നിന്ന്. എന്താ പറ. എടാ, എൻ്റെ കോളേജിൽ ഒരാളുണ്ട്, ആൾക്ക് നീ സംസാരിക്കണം. എന്താ നിനക്കൊല്ല ക്രഷ് അടിച്ചോ? അല്ലടാ, ആൾക്ക് ഒരിത് അതിന് നിനക്കറിയാൻ എനിക്ക് ആളുണ്ട്. സോ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഈ പാതിരാത്രി ആരാ? ഹലോ, ആരാണ്? ഹലോ, ഞാൻ ജക്കുക്കാണ്. നീ ജക്കുക്ക്. എന്താ തൻ്റെ സൗണ്ടിൽ വ്യത്യാസം? അതൊന്നുമില്ല, അത് ചുമ്മാ. പിന്നെന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. തൻ്റെയോ? ആദ്യമൊക്കെ 5 മിനിറ്റ് 10 മിനിറ്റ് ഉള്ള കോൺവെർസേഷൻ പിന്നെ മണിക്കൂറോളമായി. നമ്മൾ അടുത്ത് സംസാരിക്കുന്നേക്കാളും കൂടുതൽ അകലെ നിന്ന് തന്നെ സംസാരിച്ചു. കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു പ്രണയമായിരുന്നു എനിക്ക്. എന്നാൽ എൻ്റെ അനിയന്, എന്നാൽ ജങ്കുക്കാണെങ്കിൽ ഞാൻ ജിമ്മി, ഐ മീൻ ലൈക്ക് ജിമ്മി എന്ന് വിചാരിച്ചാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു ദിവസം അവരുടെ കോളേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് ഡാൻസിന് ജിമ്മിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പാർട്ട്ണറായിട്ട് ഞാനാണ് കൂടെ പോയത്. അന്നാണ് ജങ്കുക്കിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. சின்ன பையன் நீ கண்ண பையன் நான் சொன்ன செய்ய வாய வாழ வாழ இருந்தானா இருப்பிருக்கானா இல்லையாரா இல்லையானா உன்னிடைதானா இந்த கடைதானா ഹായ്, എൻ്റെ പേര് ജയൻ ജക്കു. നീ? ഹായ്, ഞാൻ ജിമിൻ, ജിമ്മിയുടെ ബ്രദർ. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലേ കാണുന്നതും സംസാരിക്കുന്നതും. ഹലോ. എടാ ജിമിൻ, പെട്ടെന്ന് വാ, അടുത്ത പ്രോഗ്രാം തുടങ്ങാറായി. അതാ വരണം. അപ്പോൾ ഓക്കെ, നമുക്ക് നിൻ്റെ പെർഫോമൻസ് സൂപ്പറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ചേട്ടാ. അയ്യോ, എന്നെ ചേട്ടാന്നങ്ങ് വിളിക്കട്ടെ, എന്നെ കുക്കി എന്ന് വിളിച്ചാൽ മതി. ഓക്കെ കുക്കി, ഞാൻ എനിക്ക് അങ്ങനെ നമ്മൾ അടുക്കുകയായിരുന്നു കൂടുതൽ. പക്ഷെ അതെന്നെ വലിയ വേദനയ്ക്ക് എത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല.
ഇപ്പോൾ ഫ്രീ ആണോ? എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താ പറ, എന്താ കാര്യം? അത് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ മാറി നിന്ന് പറയാം. എന്താടാ ഒരു നാണമൊക്കെ? എന്തായാലും ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, വാ അങ്ങോട്ട് പറഞ്ഞ് സംസാരിക്കാം. എടാ എനിക്ക് ജിമ്മിയുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് ഞാനെന്ത് വേണം? എടാ അവനൊന്ന് പ്രപ്പോസ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, എന്നെ സഹായിക്കാം. എനിക്ക് എൻ്റെ ഇഷ്ടത്തേക്കാളും വലുത് ചെറുക്കിന് ഇഷ്ടമായിരുന്നു. അത് കാരണം ഞാൻ അവനെ സഹായിക്കാതെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഓക്കെ ആക്കി വീട്ടിൽ അവതരിപ്പിക്കാമെന്ന ആ ദിവസം. ജിമിൻ, ജഗോ, നിങ്ങൾ കറക്റ്റ് സമയത്താണ് വന്നേക്കുന്നത്. വാ ജിമിൻ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഹായ്, ഞാനാ, ഓർമ്മയുണ്ടോ? ഓ, എന്താ ഇത്ര മിസ് ചെയ്തോ എന്നെ? അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ രണ്ടുപേർക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എൻ്റെയും വീൻ്റെയും കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ ഉടൻ തന്നെ മാരേജ് കാണും. പിന്നെ അതോടൊപ്പം നിൻ്റെ കല്യാണം കൂടെ കഴിപ്പിക്കണമെന്ന് അവർക്ക് ഭയങ്കര കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ നീ അതുകൊണ്ട് നമ്മുടെ മാരേജിനൊപ്പം നിൻ്റെ മാരേജും കാണാം. ഭാര്യനായിട്ടിരിക്കുന്ന ജംഗോക്കിനെയാണ് അവരെ പാരൻസിൻ്റെ അടുത്ത് സംസാരിച്ചു. കാരണം നിങ്ങൾ നല്ല ക്ലോസ് ആണല്ലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എല്ലാ കാര്യം. അപ്പം അതുകൊണ്ട് പിന്നെ നിനക്ക് അമ്മയും അച്ഛനും പറയുന്നതല്ല വേദവാക്യം. ഞാൻ അവിടെ നിന്നും പറയാതെ പോയി. വിഷമിക്കണോ സന്തോഷിക്കണോ എന്ന് അറിയില്ല. വിഷമിക്കണമെങ്കിൽ എൻ്റെ ചെങ്കോക്കിൻ്റെ ജിമ്മിയുടെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കണം. സന്തോഷിക്കണമെങ്കിൽ എൻ്റെയും ചെങ്കോക്കിൻ്റെയും കല്യാണം എന്ന് പറഞ്ഞ് സന്തോഷിക്കണം. എനിക്കൊന്നും അറിയാത്ത അവസ്ഥയായതുകൊണ്ട് ചെങ്കോക്കിൻ്റെ മുഖത്തെ പോലും നോക്കാതെ ഞാൻ അവിടെ നിന്ന് നീങ്ങി. എന്നാലും എന്തിനാണ് ദൈവം ഇങ്ങനെ പരീക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം ജഗോക്കിന് എന്നെ ഇഷ്ടമല്ലെന്ന്. പക്ഷേ എനിക്കറിയില്ല ഞാനിപ്പോൾ എന്താ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ദിവസം ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശതമുദമന ശുഭ സുമനലയിവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം ആനന്ദഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം. तुम भुला ना सकोगी वो अंदाज हूँ, सुन सको तो सुनो ജെമിൻ, എനിക്ക് നിങ്ങളുടെ കുറച്ച് സംസാരിക്കണം. എനിക്കറിയാം ജെമിൻ നിനക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു. എനിക്കറിയാം നിനക്ക് ജിമ്മിയെ ഇഷ്ടമെന്ന്. പേടിക്കണ്ട, ഞാൻ നിൻ്റെ അടുത്ത് ഒരിക്കലും ഒരു ഭാര്യയുടെ ഇതായിട്ട് നിൻ്റെ അടുത്ത് ഒരിക്കലും വരില്ല. പിന്നെ നമുക്കൊരു വർഷത്തേക്ക് ഇങ്ങനെ തന്നെ പോട്ടെ. നിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും എന്നെ ഭാര്യയായിട്ട് ആഗ്രഹിക്കണമെന്നും പറയൂല. ഒരു വർഷത്തേക്ക് ഇങ്ങനെ പോട്ട്. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അറിയാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് നമുക്ക് ഡിവോഴ്സ് വായിക്കാം. അമ്മയടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്ലീസ് ചെങ്കോക്ക്, പ്ലീസ്. ഓക്കെ, ഇനി ഒരു വർഷം ആവാൻ കുറച്ച് നാളും കൂടെ മാത്രം, കൂടിപ്പോയാൽ ഒരു 3 ആഴ്ച കാണും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആവും. എനിക്കറിയില്ല എങ്ങനെ ഇത്രയും നാൾ ഞാൻ അവൻ്റെ കൂടെ ജീവിച്ചത്. പക്ഷേ ഞാൻ ശ്രമം വിട്ടില്ല അവന് എന്നെ ഒന്ന് തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടി. പക്ഷെ പരാജയപ്പെട്ടു. അവന് വേറൊരു പെണ്ണിനെ കൂടി അവന് കാണിക്കാം. പക്ഷെ എൻ്റെ കൂടെ ഇല്ല. ஒரு மோகம் கண்ணின்றாலும் போதும் என்று தோன்றும். காலை வந்தால் என்ன, வேலிட்டி பார்த்தால் என்ன, கடிகாரம் காட்டும் நேரம் அதை நம்ப மாட்டேன் நானும். பூங்காற்றே
ചോദിച്ചാൽ ആ സമയത്ത് നീ നാട്ടിലായിരിക്കൂലേ, നിൻ്റെ പാരൻസിൻ്റെ ഒക്കെ അടുത്ത്? ആടാ, ഞാൻ നാളെ തന്നെ തിരിച്ചു പോകും. അപ്പോൾ സാറെങ്ങാനും കൂടെ. എന്തായാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ കാണും. പേടിക്കണ്ട കേട്ടോ. പോയിട്ട് ജിമ്മിനായിട്ട് തിരിച്ചു. അപ്പോൾ സാറേ എന്തോ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയായിരുന്നു. അതൊന്നും ഇഷ്ടമില്ല. ജിമ്മിനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് തന്നെ അവൻ എന്തെങ്കിലും തോന്നി അവൻ എൻ്റെ അടുത്ത് പറയുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല. ഇനി എന്തായാലും ഞാൻ അവനെ അങ്ങനെ വിട്ടുകൊടുക്കില്ല. അവൻ ഇങ്ങനെ ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എത്ര ദേഷ്യം വന്നെന്നറിയാമോ? കാരണം അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ എടാ എനിക്ക് നിന്നേന് ഇഷ്ടമെന്ന് പറയാൻ പോയപ്പോഴാണ് അവൻ്റെ ഒരു ഡിവോഴ്സും കൊണ്ടുവന്നേക്കണം. അവന് ഇനി ഡിവോഴ്സല്ല, ഞാൻ ഒന്നും കൊടുക്കും. നോക്കും അവന് ഞാൻ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ജീവൻ കൊടുക്കുന്നില്ല. ഈ ഫുൾ യൂണിവേഴ്സേ കാണുന്നില്ല അവൻ എങ്ങനെയാണ് നോക്കുന്നത്. ജിമിൻ, നീ റെഡിയായോ? നമുക്ക് പോവാം. പോവാം. ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇത് എയർപോർട്ടിലോട്ടുള്ള വഴിയല്ലല്ലോ. അല്ല, എയർപോർട്ടിലോട്ടല്ല. നമ്മളൊന്ന് കറങ്ങാൻ പോവുക. എന്താ വല്ല കുഴപ്പമുണ്ടോ? എന്താ വീട്ടിൽ പോകുന്നത്? വീട്ടിലൊക്കെ പോവാം. ഇതായിട്ട് നീ ഇവിടെ കറങ്ങി കണ്ടിട്ടില്ല. നമുക്ക് പോവാം. സത്യം പോവാം. ಫಸ್ಟ್ ಲುಕ್ ಉಸಿರ ಬಿಟ್ಟ ಬೆಸ್ಟ್ ಫ್ರೆಂಡ್ ಎಲ್ಲ ಕಟ್ಟಿ ಬಿಟ್ಟ ஐயோ பாவம்னு ஓகே பண்றேன். இல்ல 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 திங்க் பண்ணி சொல்றேன். அடடா கண்ணம்மா என்ன பொண்ணம்மா ஹாட் வாட்டர் ரத்த ஹட்டுக்குள்ள ஊத்திட்டியம்மா. செல்லம்மா ஃபீலிங்ஸ் என்னம்மா தப்ப சொல்றதுக்கு லாஜிக் எல்லாம் பாக்குறியம்மா. எனக்கு உன் மேலதான் உனக்கு என் மேலதான் ஏதோ ஒன்னே ஒண்ணு இருக்கு இருக்கு. லைட்டா புத்தி வர லூசா சுத்தி வர ஓகே சொல்லுவேனே உனக்கு உனக்கு. 탔냐입니까? 네, 괜찮습니다. 내 마음이 편합니다. ஆட்டுக்குள்ள பச்சை குத்திய போக்காத பச்சை கிளிய பேசாம நீ பத்த வச்சிய காட்டு கொஞ்சம் பச்சை 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 கொடிய ஆட்டுக்குள்ள பச்சை குத்திய போக்காத பச்சை கிளிய பேசாம நீ பத்த வச்சிய காட்டு கொஞ்சம் பச்சை 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 கொடிய 뻔뻔함? 제가 뻔뻔합니까? 되게 안 뻔뻔. രണ്ടെണ്ണം എത്തിയല്ല. എന്ന് വരണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്ര ദിവസമായി. നിങ്ങൾ എന്തുവാണ് ഒരു പഞ്ചുവലത്ത് വല്ല കാര്യം നിങ്ങൾക്കൊക്കെ? എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാൻ കിടക്കാൻ പോവുക. ജഗുക്ക്, നീ അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞില്ലല്ലേ? അതാണ് അവൻ്റെ മോഹം ഇപ്പോഴും എങ്ങനെ ഇരിക്കണം. അതേടാ, ഞാൻ ഇതുവരെ കാര്യം പറഞ്ഞില്ല. എൻ്റെ പൊന്നു മോനെ, എൻ്റെ അരിയനോട് പറയണം. ഭയങ്കര സാധനമാണത്. ഡേ, എൻ്റെ കെട്ടിയവളെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടല്ല. അയ്യോ, നിങ്ങളെ കെട്ടിയോളെയും കെട്ടിയവൻ്റെ നടുവിൽ ഞാനില്ലേ?
ജങ്കുക്ക് എന്താ ഇത്രയും താമസിച്ചേ? എവിടെയായിരുന്നു നീ? ആരാടിയാണ് എൻ്റെ അടുത്ത് ചോദിക്കാൻ? ജങ്കുക്ക് നീ കുടിച്ചിട്ടുണ്ടോ? ഓ നീ എൻ്റെ ഭാര്യയാണല്ലേ? ഓ കുടിച്ചിട്ടുണ്ട്. നിനക്കെന്താ? സോറി ജങ്കുക്ക്, നീ ഒറ്റരുത്തിക്കാരനാണോ? നീ ഇല്ലെന്നെങ്കിൽ എൻ്റെ ജിമ്മിനിയെ എനിക്ക് കിട്ടിയില്ല. ജങ്കുക്ക് സോറി, എന്ത് വല്ലതും പറയാനില്ലേ? ഞാൻ വേണമെങ്കിൽ ഒഴിഞ്ഞു പോകാം. എവിടെ ഒഴിഞ്ഞു പോകാമെന്ന്? നിന്നെ അതിന് വേണ്ടിയാണ് ഇത്രയും വർഷം ഞാൻ പ്രേമിച്ചത്. ജങ്കുക്ക് 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 എന്താ ചെയ്യുന്നത്? ജങ്കുക്ക് ഉഫ്, ആ വായിന്ന് ആ വാക്കൊന്നും കേട്ടല്ലോ. ഐ ലവ് യു ജങ്കുക്ക്. അതെ ജങ്കുക്ക് പാർക്ക് ജിമ്മിൻ്റെ അടുത്താണ് പറയണത്, ജിമ്മിൻ്റെ അടുത്തല്ല. അത് എനിക്ക് പാർക്ക് ജിമ്മിനെ ഇഷ്ടമാണ്. കാരണം എനിക്ക് ആദ്യമേ നിന്നെയായിരുന്നു ഇഷ്ടം. നിനക്ക് നമ്പർ തരാൻ പറഞ്ഞത് തന്നെ അവൻ്റെ അടുത്ത് ഞാനാണ്. അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കണം, അവൻ്റെ അടുത്ത് സംസാരിച്ചാൽ പോലെ. ഞാൻ നിൻ്റെ അടുത്ത് നമ്പർ തരാൻ പറഞ്ഞത് നിന്നെയാണ് ഞാൻ സ്നേഹിച്ചത് ആദ്യം മുതൽ. പിന്നെ നീ എങ്ങനെ കാണും, നീ ഇതുവരെ പ്രേമിച്ചിരുന്നു നിൻ്റെ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ തന്നെ ഫസ്റ്റ് ഡേറ്റിന് വന്നപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വന്നപ്പോൾ അപ്പോൾ ഉടനെ ഡിവോഴ്സ് തരാം 1 വർഷം കഴിഞ്ഞിട്ട്. എനിക്ക് ഡിവോഴ്സല്ല, ഒരു മാങ്ങാത്തിന് ഞാൻ തരുമോ? പറഞ്ഞിട്ട് കെട്ടികളായിട്ട് ജീവിച്ചോണം. അവളെ ഒരു ഡിവോഴ്സ്, അത് അന്നങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. സോറി എന്ന് അക്സെപ്റ്റ് ചെയ്യൂല നിൻ്റെ. എനിക്കതിന് പകരം വേറൊരു കാര്യം തന്നാൽ മതി. അതിന് നീ എൻ്റെ അടുത്തേക്ക് വരണം, അവിടെ നിന്ന് പറഞ്ഞാൽ മതി. അടുത്തേക്ക് വന്നാലേ ഈ കാര്യം നടക്കൂ. അയ്യ അങ്ങനെ നടത്തണ്ട, നല്ലടാ. ஒன்றாய் போகும்போது நீளும் பாதை இன்னும் வேண்டும் என்று நெஞ்சம் ஏங்குதடி. வானவில்லாய் நீயும் வந்த போது எந்தன் கருப்பு வெள்ளை கண்கள் ரெண்டும் கலராய் മാറുതടി. അപ്പോൾ ആർമീസേ, ഇതൊരു ടൈപ്പ് തട്ടിക്കൂട്ടൊക്കെ സ്റ്റോറിയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റാണ് എനിക്ക് നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ തരുന്നത്. എനിക്ക് കമൻറ്റിലൂടെ ഒരാൾ കുറേ സ്റ്റോറി ലൈൻസ് പറഞ്ഞായിരുന്നു, ഞാനത് ചെയ്യാൻ എൻ്റെ എഡിറ്റിംഗ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഐഡിയ ഓർമ്മ വരുന്നില്ല. ഞാൻ ഇപ്പോൾ രാത്രി ഏതാണ് എഡിറ്റിംഗ് ചെയ്യുന്നത് ഓർമ്മ വരുന്നില്ല. ഞാൻ എന്തായാലും ആ ഐഡിയുടെ ഇതും കൂടെ എല്ലാം കൂടെ പിൻ ചെയ്തായിരിക്കും ഞാൻ ആ വീഡിയോ, ആ കണ്ടൻറ്റ് പറയുന്ന വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളേലും വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റ ID എൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ട്, നിങ്ങളതിലേക്ക് കയറി എന്നെ ഫോളോ ചെയ്തിട്ട് എനിക്ക് സ്റ്റോറി ലൈൻസ് വരുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി. വല്ല സ്റ്റോറി നിങ്ങൾക്ക് ചെയ്യണം, ഇങ്ങനത്തെ ഫാൻ ഫിക്ഷൻ വേണമെങ്കിലും ആ കഥ ആയിട്ട് എനിക്ക് ഇട്ടുന്നത് ഞാനതുപോലെ ചെയ്യാം, എൻ്റെ കുറച്ച് ഐഡിയാസ് കൂടെ ചേർത്ത്. അല്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു തരും. പിന്നെ എന്താ, അപ്പോൾ ശരി, കമൻറ്റ് ഇടുക. നിങ്ങളെ കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തരും. അപ്പോൾ ശരി, ബൈ.